I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഫുട്ബോൾ 26% അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള കമ്മിങ് ഡേയ്സിൽ ഗെയിമിൽ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒരുപാട് DMസും അതുപോലെ തന്നെ കൊമൻസും വന്നേക്കുന്ന കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഇനിയുള്ള കമ്മിങ് ഡേയ്സിൽ കോയിൻ സേവ് ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ പാക്കാണ് കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ പ്ലാനിംഗ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കോയിൻ വെച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സേവ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ പാക്കാണ് എക്സ്പയർ ആകാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ സ്ക്വാഡിനെ പറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്വാഡിൽ ഏതൊക്കെ മാനേജറാണുള്ളത്, ഏതൊക്കെ പ്ലേയേഴ്സ് ആണുള്ളതിനെക്കുറിച്ച് യാതൊരുവിധ അറിവില്ല. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് ഈ ഒരു വീഡിയോ വഴി പറഞ്ഞു പോകുന്നത്. സോ നമുക്ക് നേരെ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കറൻ്റ് റണ്ണായിക്കൊണ്ടിരിക്കുന്ന പാക്കിലേക്ക് പോകാം. നമുക്കറിയാം ഇപ്പോൾ കൊണാമി ഒരുപാട് ബിഗ് ടൈം പാക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ് തന്നെ നമുക്ക് 3ഓളം ബിഗ് ടൈം പാക്കുകൾ അവൈലബിൾ ആണ്. സോ കൊണാമിയുടെ നിലവിലുള്ള സ്ട്രാറ്റജി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗെയിം എൻഡ് ആവാൻ പോവുകയാണ്. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഒരുപാട് കാർഡുകൾ അടിച്ചിറക്കി നമ്മുടെ കയ്യിലുള്ള സേവ് ചെയ്ത് വെച്ചേക്കുന്ന കോയിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബിഗ് ടൈം കാർഡുകളൊക്കെ നമ്മളെ കാണിച്ചുകൊണ്ട് നമ്മളെ കോയിൻ പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി കാര്യങ്ങളൊക്കെ ഗെയിമിൽ കൊണാമി കൊണ്ടുവരികയാണ്. സോ ഇത് തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കാരണവശാലും നിലവിലുള്ള പാക്കിലേക്ക് വലിയ രീതിയിലുള്ള കോയിനോ കാര്യങ്ങളോ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം നമ്മുടെ 150 പ്ലേയേഴ്സുള്ള ഈ ഒരു പാക്കിലൊക്കെ നമുക്കൊരു കാർഡൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2K അല്ലെങ്കിൽ 3K കോയിൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് പാക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം നമുക്കൊരു 5K കോയിൻസ് എങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഗെയിമിൻ്റെ ഈ ഒരു അവസാന സ്റ്റേജിൽ നമ്മളൊരു കാരണവശാലും ഇത്രയും കോയിനൊക്കെ ഗെയിമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. സോ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പാക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരു ബിഗ് ടൈമും അതുപോലെ തന്നെ 2 ഷോർട്ട് ടൈമായിട്ട് വന്നേക്കുന്ന ഒരു പാക്കാണ്. ഞാൻ വലിയ രീതിയിൽ റെക്കമെൻഡോ കാര്യങ്ങളോ ചെയ്യാത്തൊരു പാക്ക് തന്നെയാണ്. കാരണം പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിന് എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. നല്ല രീതിയിൽ കോയിനും കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കിൽ സ്പെൻഡ് ആവുന്നുണ്ട്. ബാക്കിയുള്ള പാക്കുകളൊക്കെ നോക്കിയാലും ഇതേ അവസ്ഥയാണ്. എല്ലാ പാക്കിലും നല്ല രീതിയിൽ കോയിനും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ആവുന്നുണ്ട്. ആകെ ഒരു പോസിറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് പേർക്ക് ഷോർട്ട് ടൈം കാർഡെങ്കിലും ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 100 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം കോയിനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു CFിനെയൊക്കെ വേണമല്ലാന്നുണ്ടെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന പ്ലേയേഴ്സിൽ ഏതെങ്കിലും പ്ലേയേഴ്സിനെ നിങ്ങളുടെ സ്കോഡിലേക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കറക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോബബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1K കോയിന് മുകളിലോട്ട് ഈ ഒരു പാക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും എനിക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായമൊന്നുമില്ല. പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രം പ്ലേയേഴ്സ് ഒന്നും ഈ ഒരു പാക്കിലില്ല, നിങ്ങൾ ഫ്രീ സ്പിന്ന് മാത്രം യൂസ് ചെയ്യുക. പ്ലെയർ ഓഫ് ദി സീസണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 20ഓളം കാർഡ്സ് ഈ ഒരു പാക്കിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡൊക്കെ ഉണ്ട്. സോ ഈ ഒരു പാക്കിലേക്ക് നിങ്ങൾ ഒരു പ്ലേയേഴ്സിന് മാത്രം ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ടാർഗറ്റ് വെച്ച് കറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാർഡിന് വേണ്ടിയിട്ടൊന്നും ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒന്നിൽ കൂടുതൽ ഒരു 3-4 പ്ലേയേഴ്സൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്നും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാം. പേഴ്സണലി എനിക്ക് കുഴപ്പമില്ലാത്തൊരു കാർഡായിട്ട് തോന്നിയേക്കുന്നത് നമ്മുടെ വാൻ ബിസാക്കയുടെ ഈ ഒരു കാർഡാണ്. 2 വിങ്ങിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. നമുക്കറിയാം വാൻ ബിസാക്കയുടെ ഏതൊരു കാർഡും ഗെയിമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്രെൻഡിങ് കാർഡ്സിൽ പെട്ടേക്കുന്നതാണ്. ട്രെൻഡിങ് കാർഡ്സിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാർഡുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ സ്ക്വാഡിൽ വാൻ ബിസാക്കയുടെ ഒരു കാർഡും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാർഡിലൊക്കെ പോകാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റുള്ള പാക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം റെക്കമെൻഡ് ചെയ്യാൻ മാത്രമുള്ള പ്ലേയേഴ്സിൻ്റെ പാക്കുകൾ നിലവിൽ ഇല്ലാന്ന് തന്നെയാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്ലേയേഴ്സിൻ്റെ ഈ ഒരു പാക്കിനെ കുറിച്ച് പറയാനുള്ളത്. മെയിൻലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കോയിനൊന്നും നിങ്ങൾ ഈ ഒരു പാക്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല. കാരണം കൊണാമി ഇതുപോലുള്ള ഒരുപാട് പാക്കുകൾ കൊണ്ടുവന്ന് നമുക്ക് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോയിൻ പർച്ചേസ് ചെയ്യാനുള്ള ടെംപ്റ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ യാതൊരു കാരണവശാലും അതിൽ വീണ് പോകണ്ട. അവർ തീർച്ചയായിട്ടും ഗെയിമിൻ്റെ എൻഡിലോട്ടേക്ക് ഇതുപോലെ
കൂടുതൽ പാക്കുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് അവർ വലിയ രീതിയിലുള്ള പാക്കുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം, നിങ്ങളുടെ കോയിനുകൾ ഇപ്പോഴേ സ്പെൻഡ് ചെയ്ത് കളയാതിരിക്കാം. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പാക്സിലോട്ടേക്കാണ്. നമുക്കറിയാം ഒരുപാട് മാനേജർ പാക്കുകൾ അവൈലബിൾ ആണ്. സോ ഈ ഒരു പാക്കിൽ നിന്നും ആരെ സൈൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കും ഈ ഒരു ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ കയ്യിൽ 89 പ്രൊവിഷൻസ് ഇല്ല, ഒരു മാനേജറും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും ഒരു പാക്ക് ഞാൻ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ 500ന്റെ പാക്കുകൾ മാത്രം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. 1500 കോയിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കാനും മാത്രമുള്ള പ്ലേയേഴ്സ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ മാനേജറൊന്നും ഈ ഒരു ലിസ്റ്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ 1500 മുടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാനിവിടെ ബെൽജിയത്തിൻ്റെ ഈ ഒരു പാക്കാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് മാനേജറുടെ കേസിൽ 89ഓളം ക്വിക്ക് കൗണ്ടറിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്ലേയേഴ്സും ഈ ഒരു പാക്കിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങളുടെ സ്ക്വാഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എപ്പിക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിലേക്ക് പോകാൻ വലിയ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല. കാരണം അത്യാവശ്യം പ്ലേയേഴ്സും ഉണ്ട്, മാനേജറും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഗെയിമിൽ തരുന്നുണ്ട്. ക്വിക്ക് കൗണ്ടർ ആണെന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ കാര്യമാണ്. പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടോറസിൻ്റെ അതുപോലെ തന്നെ മെസ്സിയുടെയും നെയ്മറിൻ്റെയും പാക്കുകൾ അവൈലബിൾ ആണ്. ഇതിലേതെങ്കിലും ഒരു പാക്ക് നിങ്ങളിപ്പോൾ പർച്ചേസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോറസിൻ്റെ പാക്കൊക്കെ ഒരുപാട് കാലമായി നമ്മുടെ ഗെയിമിൽ വന്നിട്ട് ഇനി 38ഓളം ഡേയ്സ് ഈ ഒരു പാക്കിന് വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ ഫുട്ബോളിൻ്റെ കറൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു പാക്ക് ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഒരുപാട് ഫ്രീ പാക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കറിയാം നമ്മുടെ ഓവൻ്റെയും അതുപോലെ തന്നെ ബാറ്റിയുടെ ഒക്കെ ഫ്രീ കാർഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ഒരു കാർഡൊക്കെ നിങ്ങളുടെ സ്ക്വാഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിലേക്ക് നിങ്ങളൊരു 500ഓളം കോയിനൊന്നും സ്പെൻഡ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു പാക്കൊക്കെ വന്ന ടൈമിൽ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിൽ യൂസും കാര്യങ്ങളൊക്കെ ഈ കാർഡൊക്കെ വെച്ചിട്ട് ഉണ്ടാവുന്നതാണ്. അത് തന്നെയാണ് നമ്മുടെ മെസ്സിയുടെയും നെയ്മറുടെയൊക്കെ കേസ്. നിങ്ങൾ വന്ന ടൈമിൽ ഈ ഒരു പാക്ക് പർച്ചേസ് ചെയ്തു, ഈ ഒരു ടൈം വരെ ആ ഒരു കാർഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോയിനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേർത്തായിട്ട് തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേങ്കിൽ നമ്മുടെ 25 വേർഷൻ എൻഡ് ആവുന്ന ഈ ഒരു സിറ്റുവേഷനിലൊന്നും നിങ്ങൾ ഇത്രയും കോയിനൊക്കെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു കാർഡുകളൊക്കെ എടുക്കാൻ ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു കാർഡിന് ശേഷമൊക്കെ ഒരുപാട് കാർഡുകൾ ഈ പ്ലേയേഴ്സിൻ്റെ ഒക്കെ വന്നിട്ടുണ്ട്, ഇനി വരാനും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൊണാമി ഡേ ബൈ ഡേ ഈ ഒരു കാർഡൊക്കെ നെർഫ് ചെയ്ത് വരികയാണ്. 26 വേർഷനിലോട്ടേക്ക് അപ്ഡേറ്റ് കൂടി ആയാലും ഈ ഒരു കാർഡൊന്നും നമുക്ക് ഗെയിമിൽ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണാമി കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ടുമില്ല. സോ ഈ ഒരു കാർഡൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കൊക്കെ വന്ന ടൈമിൽ എടുക്കാമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന പാക്കുകൾ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു കാരണവശാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ക്വാഡിനെയും അതുപോലെ നിങ്ങളുടെ ഗെയിം പ്ലേനെയും വിലയിരുത്തിയിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മുടെ പാക്കുകളെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു പാക്കിലേക്കും സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു പാക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡോ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പാക്ക് നമുക്കൊരു 1 ഇയർ എങ്കിലും ഔട്ട്ഡേറ്റഡ് ആവാതെ യൂസ് ചെയ്യാൻ പറ്റണം. പക്ഷേങ്കിൽ നിലവിൽ പർച്ചേസ് ചെയ്യുന്ന ഏതൊരു പാക്കും ഒരു 1, 2, 3 മാസം കൊണ്ട് തന്നെ കഴിഞ്ഞ ഇയറിലെ പാക്കായിട്ട് അല്ലെങ്കിൽ കാർഡായിട്ട് മാറാൻ പോവുകയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഏത് പാക്ക് വന്നാലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. കാരണം അത്യാവശ്യം കോയിനും കാര്യങ്ങളൊക്കെ നിലവിലുള്ള എല്ലാ പാക്കിലും സ്പെൻഡ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പാക്കിൽ പ്രൊബോൾട്ടിയും കാര്യങ്ങളൊക്കെ കൂട്ടി കൊണാമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെയുള്ള പാക്കിലേക്ക് സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള പാക്കുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുക ഗൈസ്.